Hi friends, welcome to iStudio Online. ഞാൻ രാജീവ്. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. പക്ഷേ iStudio ഓൺലൈനിൻ്റെ മീൻസ് എനിക്ക് കമൻസും മെസ്സേജസും കിട്ടുമ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്ത് ക്യാമറ അല്ലെങ്കിൽ ഗിയറാണ് യൂട്യൂബ് ചെയ്യാനായിട്ട് നല്ലത്, അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ നല്ലത്, അതുപോലെ യൂട്യൂബിന് പറ്റിയ ബാക്കിയുള്ള ആക്സസറീസ് ക്യാമറ കൂടാതെ എന്തൊക്കെയാണ് നല്ലത്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബ് ബിസിനസ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ യൂട്യൂബിലൂടെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിന് എത്ര ടൈം എടുക്കും മുതലായ ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയാണ്. ഓക്കെ, അപ്പം നമുക്ക് പല ഇംഗ്ലീഷ് ചാനലുകളിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതിയതായിട്ട് ഉള്ള മലയാളം ചാനലുകളിൽ നോക്കിയാൽ യൂട്യൂബിനെ കുറിച്ചുള്ള, അതായത് യൂട്യൂബിൽ കാശുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനുള്ള പല വീഡിയോകളും നമുക്ക് ലഭിക്കും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അഭിപ്രായം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്, നമുക്കതിൽ നിന്ന് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എന്നുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ iStudio ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു വർഷമായി. നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ എന്ന് പറഞ്ഞാൽ മീൻസ് യൂട്യൂബ് നമുക്ക് $100 ആയി കഴിഞ്ഞാൽ മാത്രമേ ആദ്യത്തെ ചെക്ക് നമുക്ക് തരത്തുള്ളൂ. അതായത് മിനിമം $100 ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് നമുക്ക് പേയ്മെൻറ്റ് നടത്തത്തുള്ളൂ. അതുവരെ എത്ര എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നാലും അവിടെ തന്നെ കിടക്കും. $100 എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 6600 രൂപ. ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ആകത്തുള്ളൂ നമ്മുടെ അക്കൗണ്ടിലോട്ടെങ്കിൽ, അല്ലെങ്കിൽ ചെക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ചാനൽ ഒരു വർഷമായി, പക്ഷേ ഇതുവരെ $100 നമ്മൾ എത്തിയിട്ടില്ല. അതായത് ആദ്യത്തെ പേയ്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിനുള്ളിലെങ്കിലും മിക്കവാറും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം മുതലായ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ടൈം, ഗിയർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിനാണ് പോകുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3-4 മണിക്കൂറുള്ള പ്രോഗ്രാമിന് 6000 രൂപ അല്ലെങ്കിൽ 7000 രൂപ ഒരു ഫോട്ടോഗ്രാഫർ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ മേടിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ എമൗണ്ട്. അതുപോലെ തന്നെ iStudio ഓൺലൈൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കിപ്പോൾ 3350 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. പക്ഷേ ഇതിനെക്കാട്ടും വളരെ വേഗത്തിൽ വളർന്ന പല ചാനലുകൾ മലയാളത്തിലുണ്ട്. യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് പറയാം ഇന്ത്യയിൽ യൂട്യൂബ് അത്ര ഫേമസ് ആയിരുന്നില്ല. ഒന്നാമത് നമ്മൾ കൂടുതലും യൂട്യൂബ് പോലുള്ള ചാനലുകൾ അധികമായി യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം നമുക്ക് ജിയോയിൽ നല്ല ഓഫറുകൾ വന്നതിന് ശേഷമാണ്. അപ്പം എല്ലാ കമ്പനികളും അതുപോലെ ജിയോയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഡെയിലി 1 GB അല്ലെങ്കിൽ 2 GB നമുക്കിപ്പം മൊബൈലിൽ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മലയാളം ചാനലുകൾ, യൂട്യൂബൊക്കെ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയത്. അതുവഴി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെ നമ്മൾ റിയലൈസ് ചെയ്തത്. നമുക്കിങ്ങനെ ഒരു നമുക്ക് മൊബൈലിൽ ഡെയിലി 1 GB 2 GB ലഭിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയ ടൈം മുതൽ തന്നെ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നത്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ നല്ല രീതിയിൽ ആൾക്കാർ കാശ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനലിൻ്റെ ഇൻകത്തെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ചാനലാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പോഷർ കൂടുതലാണ്. ഇംഗ്ലീഷ് ചാനലുകളിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, അതുപോലെ കൂടുതൽ വ്യൂസ് കിട്ടും. ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അധികം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് കൂടുതൽ വ്യൂസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഒരു റീജിയണൽ ചാനൽ, ഇപ്പം iStudio ഓൺലൈൻ മലയാളം ചാനലാണ്. അതുപോലെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചാനലാണ് ഫോട്ടോഗ്രാഫി മലയാളത്തിൽ. അങ്ങനെ ഒരു ചാനലിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും വ്യൂസ് കിട്ടാനും വളരെ ടൈം എടുക്കും. ഇത് ആക്ച്വലി യൂട്യൂബിൽ ഒരു ഫോട്ടോഗ്രാഫി ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ അല്ല, ഏത് തരത്തിലുള്ള ചാനലുകളെക്കുറിച്ചുമുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ മലയാളത്തിലാണെങ്കിലും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്ന ടൈപ്പ് ചാനലുകളുണ്ട്, അതുപോലെ വളരെ സ്ലോ ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്ന ചാനലുകളുമുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ചാനലാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും 2 രീതിയിലുണ്ട്. iStudio ഓൺലൈൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി പഠനം എന്നുള്ള ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ നമുക്ക് ക്യാമറ റിവ്യൂ അല്ലെങ്കിൽ ടെക് റിവ്യൂകൾ കുറവാണ്. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ടെക് റിവ്യൂകൾ കുറവാണ്. കൂടുതലും എഡ്യൂക്കേഷണൽ രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചാനലാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കുറവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് പല രീതിയിലുള്ള മലയാളം ചാനലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ട്രോൾ രീതിയിലുള്ള, അല്ലെങ്കിൽ സിനിമയിലെ ഡയലോഗുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുന്ന ചാനലുകളുണ്ട്. അപ്പം അവയ്ക്ക് ഒരു പ്രശ്നമുള്ളത്, നമുക്ക് ഒരു സിനിമയുടെ അല്ലെങ്കിൽ വേറൊരാളുടെ പ്രോഡക്റ്റ് നമുക്ക് ഒരു ലിമിറ്റുണ്ട് യൂസ് ചെയ്യാനായിട്ട്. ആ ലിമിറ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് വേറൊരു സിനിമയിലെ ഭാഗങ്ങളൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ചാനലാണെങ്കിൽ
പിന്നീടുള്ളത് സിനിമ റിവ്യൂ ചെയ്യുന്ന ചാനലുകളാണ്. ഈ ചാനലുകൾ പെട്ടെന്ന് വളരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ഒരു 6 മാസമെങ്കിലും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ആ ചാനലിൽ കിട്ടും. മീൻസ് നിങ്ങളുടെ റിവ്യൂ ഒരു ആക്ടറിനെയോ ആക്ട്രസിനെയോ അല്ലെങ്കിൽ ഫേവർ ചെയ്തുകൊണ്ടല്ല, സത്യസന്ധമായ റിവ്യൂകളാണെങ്കിൽ കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് നിങ്ങളുടെ ചാനലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഈ സെയിം ചാനൽ തന്നെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ചെയ്തു കഴിഞ്ഞാൽ, അതായത് എല്ലാ സിനിമകളും ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കിട്ടും. പിന്നീടുള്ളത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന ചാനലുകൾ, അവയ്ക്കും വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പിന്നീടുള്ളത് പാചകം. ഇങ്ങനെയുള്ള ചാനലുകൾക്ക് പെട്ടെന്ന് വ്യൂസ് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നമ്മുടെ ചാനലിന് ഒരു പ്രത്യേക ടോപ്പിക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ട്രാവൽ ഇൻക്ലൂഡ് ചെയ്യാം, ഫോട്ടോഗ്രാഫി ചെയ്യാൻ ട്രാവൽ ഇൻക്ലൂഡ് ചെയ്യാം. പാചകം ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള പാചക കലകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലൊക്കേഷനിൽ അല്ലെങ്കിൽ സ്ഥലത്തുള്ള പാചക രീതികൾ, ഡിഷസ്, അങ്ങനത്തെ വേരിയേഷൻസ് ചെയ്യാം. പക്ഷേ മെയിൻ ടോപ്പിക്ക് സെയിം ആയിരിക്കണം, വ്യത്യസ്തപ്പെടരുത്. ടെക്കാണെങ്കിൽ നിങ്ങൾ ടെക്കിൽ മാത്രം നിൽക്കുക, വേറെ അധികം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിനുള്ളിൽ എക്സെപ്ഷൻസ് ഉണ്ട്. മലയാളത്തിൽ തന്നെ നമുക്കുണ്ട് ടെക്ക്, ട്രാവൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, സുജിത് ഭാസ്കറിൻ്റെ ചാനലുണ്ട്. അതും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മലയാളം ചാനലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകളുണ്ട്. ടെക്കും ട്രാവലും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഒത്തിരി ഡൈവേഴ്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ദിവസം നമ്മൾ പാചകം പറഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ ഫിസിക്സ് ആണ് നമ്മുടെ ചാനലിലൂടെ പറയുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. ഒരു പ്രത്യേക രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ. ഇനി നമുക്ക് ഇൻകത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ പല രീതിയിലുള്ള ചാനലുകൾക്കും ഇൻകം വരുന്നത് പല തരത്തിലാണ്. ഇപ്പോൾ ഒരു റിവ്യൂ ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം 10,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു നല്ല എമൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി വരുമാനമുണ്ട്. പക്ഷേ ഈ ചാനലിൻ്റെ ഒരു പ്രശ്നം, നിങ്ങളുടെ വരുമാനം ഇപ്പോൾ ഇന്നൊരു സിനിമ ഇറങ്ങിയാൽ ആ സിനിമ ഇറങ്ങി 3 ദിവസത്തേക്കിനാണ് അല്ലെങ്കിൽ 2 ദിവസത്തേക്കിനായിരിക്കും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രത്യേക വീഡിയോ യൂസ്ഫുൾ അല്ല. ആ റിവ്യൂ ഒരു 80% വരെ യൂസ്ഫുൾ അല്ല എന്ന് പറയാം 1 വീക്ക് കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമതുള്ളത് ടെക് വീഡിയോകളാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് മാർക്കറ്റിൽ വന്നാൽ അവയെക്കുറിച്ചുള്ള റിവ്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റിവ്യൂ ആണെങ്കിൽ, ആ ഫോണിൻ്റെ പുതുമ അല്ലെങ്കിൽ ആ ഗാഡ്ജറ്റിൻ്റെ പുതുമ നിലനിൽക്കുന്ന സമയം വരെയാണ് ആ ഒരു വീഡിയോയുടെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചാനലുകൾക്ക്, അതായത് പെട്ടെന്ന് തന്നെ വ്യൂസ് കിട്ടും നിങ്ങൾക്ക്, പക്ഷേ ആ വ്യൂസ് ഒരു 3-4 ദിവസത്തേക്കിനായിരിക്കും നിങ്ങൾക്ക് ഹൈ ആയിട്ടുള്ള വ്യൂസ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന വീഡിയോകളാണെങ്കിൽ നമുക്ക് വ്യൂസ് പെട്ടെന്ന് വരുന്നില്ല. എഡ്യൂക്കേഷണൽ ടൈപ്പ് ചാനലാണ്. അപ്പം എൻ്റെ ഒരു വീഡിയോ അതായത് ഒരു 6 മാസം മുൻപുള്ള വീഡിയോ ആണെങ്കിലും ആ വീഡിയോ ഇന്നും ഒരാൾക്ക് കണ്ടാൽ യൂസ്ഫുള്ളാണ്, പുതിയ ഒരാൾക്ക്. അപ്പം ഈ വീഡിയോ വ്യൂസിൻ്റെ ഗ്രോത്തും വളരെ പതുക്കെ ആയിരിക്കും. പക്ഷേ എഡ്യൂക്കേഷണൽ കണ്ടൻ്റ് ആയതുകൊണ്ട് DSLR ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഉള്ളിടത്തോളം കാലം മലയാളത്തിൽ ഒരാൾക്ക് ഈ ചാനലിലെ കണ്ടൻറ്റ് യൂസ്ഫുള്ളാണ്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന, പക്ഷേ സ്റ്റഡി ആയിട്ട് ആ കണ്ടൻറ്റ് എപ്പോഴും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. പക്ഷേ നമുക്ക് റവന്യൂ പെട്ടെന്ന് വരില്ല, വളരെ സ്ലോ ആയിരിക്കും. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ എന്ന് പറയാം. ചിലത് വളരെ പെട്ടെന്ന് വ്യൂസ് കയറും, പൈസ കയറും. അതുപോലെ തന്നെ പെട്ടെന്ന് കുറയുകയും ചെയ്യും. ചില ചാനലുകളുടെ വീഡിയോസ് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ അധികം കാലം ഒരു സിംഗിൾ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ ഈ ഇടയ്ക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. യൂട്യൂബ് പോളിസി മീൻസ് നമുക്ക് ആദ്യം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ആർക്കും ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, ആർക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാം, അവർക്ക് വീഡിയോയിൽ നിന്ന് വരുമാനം ലഭിക്കും. രണ്ടാമത് സ്റ്റുഡിയോ ഓൺലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബ് പോളിസി വീണ്ടും ചേഞ്ച് ചെയ്തിരുന്നു. അതായത് മിനിമം 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ പുതിയ പോളിസി യൂട്യൂബിന് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് കൂടാതെ 4000 മണിക്കൂർ വ്യൂസ് ഉണ്ടാകണം. അത് ഇച്ചിരി ടഫാണ്. അതായത് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 4000 വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഏകദേശം ഒരു വർഷത്തോളം ചാനലിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു മലയാളം ചാനലിന് കിട്ടുന്ന വരുമാനമൊക്കെ വളരെ തുച്ഛമാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക്
$100 ആയിട്ടില്ല iStudio ഓൺലൈനിന്. അപ്പോൾ യൂട്യൂബ് ആഡ്സെൻസിൽ നിന്നുള്ള വരുമാനം കുറവായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മൂവി റിവ്യൂ അങ്ങനത്തെ ചാനലുകൾക്ക് പെട്ടെന്ന് വരുമാനം കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക യൂട്യൂബറുടെ വരുമാനം എത്രയുണ്ടെന്ന് നോക്കണമെങ്കിൽ സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. സോഷ്യൽ ബ്ലേഡിൽ പോയി കഴിഞ്ഞ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ ചാനലിലേക്കുള്ള ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് മന്ത്ലി വ്യൂസ്, അവരുടെ റവന്യൂ എന്തുമാത്രം മന്ത്ലി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഡെയിലി കിട്ടുന്നുണ്ട്, ഒരു വീഡിയോയ്ക്ക് എത്ര കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു ആവറേജ് നമുക്ക് കാണാൻ കിട്ടും. ഒരു മിനിമം ഇത്ര എമൗണ്ട് മുതൽ മാക്സിമം ഇത്ര എമൗണ്ട് വരെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ആവറേജ് കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ നോക്കിയിട്ട് നമ്മൾ ആ മിനിമം കിട്ടുന്ന എമൗണ്ടാണ് മിക്ക യൂട്യൂബേഴ്സിനും കിട്ടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഒരു വർഷമെങ്കിലും, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു വർഷമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും വരുമാനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഫുൾ ടൈം ജോബായിട്ട് ആദ്യമേ യൂട്യൂബ് എടുക്കാതെ പാർട്ട് ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടൈം കിട്ടുമ്പോൾ, പക്ഷേ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ. മിനിമം ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടാൻ ശ്രദ്ധിക്കണം. ഒരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വീക്കിലി കുറഞ്ഞത് ഒരു വീഡിയോ എങ്കിലും ഇടുക. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ ചാനലുകൾക്ക്, റീജിയണൽ ചാനലുകൾക്ക് വരുമാനം കുറവായിരിക്കും, നമ്മുടെ വ്യൂസും കുറവായിരിക്കും. മലയാളം ചാനലാണെങ്കിൽ വ്യൂസ് കുറവായിരിക്കും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് വളരാൻ സാധിക്കുന്നത് ഈ മൂവി റിവ്യൂസാണ്. പിന്നീട് ടെക്ക്, ഫോട്ടോഗ്രാഫിയൊക്കെ വളരെ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം കാണുന്ന ചാനലാണ് ഫോട്ടോഗ്രാഫി ചാനലുകൾ. ഓക്കെ. ഇനി വേറൊരു കാര്യം, അതായത് നമുക്ക് ഈ യൂട്യൂബ് ആഡ്സെൻസ് മാത്രം വിശ്വസിച്ചൊരു വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം നമ്മുടെ വരുമാനം എന്ന് നമുക്ക് ശ്രമിക്കാം. ജസ്റ്റ് നോക്കാം. അതായത് നമുക്ക് ആഡ്സെൻസ് വരുമാനമുണ്ട്. ഒരു നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്, നമുക്കൊരു 10,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ്സിന് വേണ്ടി വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കും. അവർ നമുക്കൊരു വീഡിയോയ്ക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് തരും. അപ്പോൾ ഈ 10,000 ഒക്കെ റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മലയാളം ചാനലുകൾക്കൊക്കെ കുറച്ച് പാടുള്ള സംഗതിയാണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് റീച്ച് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർ ഇംഗ്ലീഷിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. മലയാളത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഔട്ട്സൈഡ് ഡീൽസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്പോൺസേഴ്സിനെ കിട്ടണമെങ്കിൽ മലയാളത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. അതായത് മലയാളം ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പല പ്രോഡക്റ്റ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്യാം. അങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. പിന്നെ മൂന്നാമതൊരു കാര്യം, പല വെബ്സൈറ്റുകളുണ്ട് ഇങ്ങനെയുള്ള അഡ്വർടൈസിങ്സ് ഓഫർ ചെയ്യുന്ന വെബ്സൈറ്റുകൾ. ഇപ്പോൾ അതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഫെയിംബിറ്റ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഫെയിംബിറ്റിലാണെങ്കിൽ നമ്മൾ 5,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ അവർ നമുക്ക് അഡ്വർടൈസിങ്ങിനുള്ള കണ്ടൻറ്റ് തരും. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരും, ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ചാനലിലൂടെ അഡ്വർടൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ചെയ്യാവുന്നത്, നമുക്ക് യൂട്യൂബ് വളർത്തുന്നതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും വളർത്തിയെടുക്കാം. അതിനകത്ത് കൂടെ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ നോക്കുന്ന ഇൻഡാ ഹാഷ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അതുകൂടാതെ ഒട്ടനവധി ആപ്ലിക്കേഷനുകളുണ്ട്. ഇപ്പോൾ ഇൻഡാ ഹാഷിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 350 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അവർ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തരും. ഒന്നെങ്കിൽ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ KFCയിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇടുക. അപ്പോൾ അതിന് എത്ര വ്യൂസ് ഉണ്ട് അതെല്ലാം നോക്കിയിട്ടൊരു ചെറിയ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ പല വരുമാന മാർഗ്ഗങ്ങൾ നമുക്ക് യൂട്യൂബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നീടുള്ളത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഞാനിപ്പോൾ ഒരു DSLR ക്യാമറയെക്കുറിച്ചുള്ളൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നു വെക്കുക. എന്നിട്ട് ആ ക്യാമറയുടെ ഒരു ആമസോണിൽ നിന്ന് വാങ്ങാനുള്ളൊരു ലിങ്ക് താഴെ കൊടുക്കുക. അഫിലിയേറ്റഡ് ലിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ലിങ്കിൽ പോയിട്ട് ഈ ക്യാമറ വാങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ക്യാമറ വാങ്ങണമെന്ന് തോന്നി. അപ്പോൾ ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ക്യാമറ വാങ്ങിയാൽ അതിൻ്റെ ഒരു ചെറിയ കമ്മീഷൻ ഈ യൂട്യൂബർക്ക് കിട്ടും. നിങ്ങളിപ്പം ഡയറക്റ്റ് പോയി മേടിച്ചാലും ഈ ലിങ്കിൽ പോയി മേടിച്ചാലും യൂട്യൂബിന് നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ട്, ഈ ക്യാമറ വാങ്ങാൻ പേ ചെയ്യുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. പക്ഷേ ആമസോണിൻ്റെ ഒരു കമ്മീഷൻ ഈ യൂട്യൂബർക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ആമസോണിൻ്റെ മാത്രമല്ല വേറെയും അഫിലിയേറ്റഡ് ലിങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നീട് ആൾക്കാർ വരുമാനം ഉണ്ടാക്കുന്നത് യൂട്യൂബ് അവരുടെ ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ബേബി ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരാണ്, അവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ ബാക്ക് എൻഡ് വർക്ക് കാണിക്കുക.
ബാക്ക് സ്റ്റേജ് വർക്ക് കാണിക്കുക, അല്ലെങ്കിൽ ബേബി ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മോഡൽ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് ഇതെല്ലാം കാണിക്കുക. എന്നിട്ട് അവരുടെ ബിസിനസ്സിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് യൂട്യൂബ് വഴി ചെയ്യാം. പിന്നെ കൂടുതലും ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് ചെയ്യുന്ന ഒരു പരിപാടി, ഈ ചാനലിൽ നിന്ന് നല്ല രീതിയിൽ ഫേമസ് ആയി കഴിഞ്ഞാൽ ചാനലിൻ്റെ തന്നെ മർച്ചൻഡൈസ്, അതായത് ടീഷർട്ട്, മഗ്സ്, ക്യാപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി സബ്സ്ക്രൈബേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ എൻ്റെ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നീട് ചെയ്യാവുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ചാനൽ, എനിക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ചെറിയ എന്തെങ്കിലും ഒരു ബുക്ക് എഴുതുക, ബിഗിനർ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ആ ബുക്ക് അവതരിപ്പിക്കാം. നിങ്ങളിത് വാങ്ങിയാൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ബുക്കിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും ഒരു വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് പല രീതിയിൽ നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാം. ആഡ്സെൻസിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് യൂട്യൂബ് തുടങ്ങാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുക. അതായത് നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റിങ്ങും ഒരു ബിസിനസ് ഐഡിയയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു യൂട്യൂബ് ചാനൽ എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 2 മുതൽ 3 വർഷം വരെ നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് എടുക്കുക, ആദ്യത്തെ ഒരു 2-3 വർഷം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ നിങ്ങളുടെ ചിലവ് എന്തുമാത്രം വരുന്നു എന്ന് നോക്കുക. അതായത് ഇപ്പം iStudio ഓൺലൈനിൽ നമുക്ക് കൂടുതലും ഇൻഡോർ ട്യൂട്ടോറിയൽസ്, എഡ്യൂക്കേഷൻ കണ്ടൻസ് ആണ്. അപ്പം നമുക്ക് അത്രയ്ക്കും പുറത്ത് പോയി എടുക്കേണ്ട കണ്ടൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് അത്രയും ഒരു ചിലവ് വരുന്നില്ല. ട്രാവൽ ചാനലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഡെസ്റ്റിനേഷനുകളിൽ പോയി, ഇപ്പം നമ്മളിപ്പം ട്രാവൽ ചാനലാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തുള്ള ഒരു പുഴ അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയുള്ളൊരു നദി, ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ബോറാകും. നമ്മൾ കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈ ചെയ്ത് യൂണീക്കായിട്ടുള്ള ലൊക്കേഷൻസ് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടും, ചാനലിന് പക്ഷേ നല്ലൊരു റീച്ച് കിട്ടും. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യണം. ആദ്യം നമ്മുടെ എന്തുമാത്രം എക്സ്പെൻസ് വരും, ഏത് രീതിയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചില ആൾക്കാർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വേറെ ജോലി ചെയ്യാതെ ഫുൾ ടൈം ഇതിനു വേണ്ടി തന്നെ ചിലവിടുന്ന മലയാളത്തിൽ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഇതിൽ നിന്ന് യാതൊരു വിധമായ പ്രോഫിറ്റ്സും ഇല്ല. പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് ഇത് പ്രോഫിറ്റബിൾ ആകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, എന്തെങ്കിലും യൂട്യൂബ് ഈ പരിപാടി നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചാൽ നമുക്കെല്ലാം യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രശ്നമാകും. അപ്പോൾ നമ്മൾ അതും മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് ഉണ്ടാക്കുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ സേവ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നെങ്കിലും യൂട്യൂബ് മോണിറ്റൈസേഷൻ നിർത്തി ഈ ബിസിനസ് മോഡൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാം, ഞാൻ എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞൊരു ബാക്കപ്പ് പ്ലാനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എത്ര എമൗണ്ട് കിട്ടും എന്നതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ നമുക്കൊരു ആവറേജ് കാൽക്കുലേഷനാണ് ഞാൻ നോക്കിയിട്ട്. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞു 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മന്ത്ലി ഒരു $10 വെച്ച് കൂട്ടിയാൽ, മീൻസ് ഒരു 30,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ $100 ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ $200-300, അതായത് 15,000 18,000 മന്ത്ലി ഉണ്ടാക്കാം. പിന്നെ വേറൊരു കാര്യം, യൂട്യൂബ് നമുക്ക് പൈസ തരുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചല്ല, എത്ര വ്യൂസ് ഉണ്ട്, ആ വ്യൂസിൽ എത്ര പ്ലേ ബാക്സ് മോണിറ്റൈസ്ഡ് ആണ്, അതിനനുസരിച്ചാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ബേസ് എന്ന് പറയുന്നത് പൈസ കിട്ടുന്നതിൻ്റെ ഒരു മാനദണ്ഡമല്ല. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് നല്ലതാണ്. അതായത് ഈ ആൾക്കാർ നമ്മുടെ വീഡിയോ വീണ്ടും വീണ്ടും കാണുന്ന ആൾക്കാരാണ്. മീൻസ് ഒരു വീഡിയോ ഇട്ടു അടുത്ത വീഡിയോ കാണാനും താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വ്യൂസ് ഉണ്ടാകാനുള്ളൊരു വഴി നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ സബ്സ്ക്രൈബർ ബേസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല വീഡിയോസ് ഇടുക. അപ്പോൾ എന്തായാലും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.